കാണാറുണ്ട്, പക്ഷെ എനിക്ക് എന്നെ അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റാറില്ല. ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ഓക്കെ ഞാൻ ഇതിൽ നന്നായി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിൽ എനിക്ക് മോശമായി ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് ജഡ്ജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ബിക്കോസ് ഞാൻ എങ്ങനെയാ കരയണേ, ഞാൻ ആക്ച്വലി എന്റെ ലൈഫിൽ എങ്ങനെയാണോ കരയുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഒരുപക്ഷെ സ്ക്രീനിൽ കരയുക. പക്ഷെ അപ്പൊ എനിക്ക് അറിയില്ല, ഓക്കെ ഇത് നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ അത് എനിക്ക് ജഡ്ജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ എനിക്ക് ഇങ്ങനത്തെ കമന്റ്സ് റിസീവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ വന്നിട്ട് അവിടെ കുറച്ച് നന്നാക്കാമായിരുന്നു അല്ലെങ്കിൽ ഇവിടെ കുറച്ച് കൂടുതൽ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസസ് ആണോ എനിക്ക് ഇതുപോലെ ഉണ്ട്. എനിക്കിപ്പോ ഫോർ എക്സാമ്പിൾ മമ്മൂക്ക കരയുന്ന സീൻ എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വരും. അങ്ങനെ കുറെ ആക്ടേഴ്സ് ഉണ്ട്, ചിലർ കരയുമ്പോൾ ഓക്കെ നമുക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് തോന്നില്ല, നമുക്കറിയാം ഓക്കെ കരയാണ്, ഓക്കെ കരയും അത് സീനാണ് എന്നുള്ളത്. പക്ഷെ ചില ആക്ടേഴ്സ് കരയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ എനിക്ക് വിഷമം വരുന്നത് ആരും കാണരുത് അപ്പുറത്ത് അങ്ങനെയൊക്കെ നമുക്ക് വിഷമം വരും. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ചില ഫിലിംസ് ഇതുപോലെ ഇനി ഞാൻ കാണുകയില്ല എന്നുള്ള ഒരു ലിസ്റ്റ് ഓഫ് മൂവീസ് ഉണ്ട്. കാരണം ഭയങ്കരമായിട്ട് സങ്കടം വരും. അങ്ങനെയുള്ള മൂവീസ് ഒരു പക്ഷെ ഞാൻ ആ സിനിമ ചിലപ്പോൾ എഴുന്നേറ്റു, കാരണം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു വിങ്ങല് വരും അകത്ത്. സോ അത് ആക്ടേഴ്സിന്റെ കഴിവാണത്. അതിങ്ങനെ ചെയ്യുക. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മമ്മൂക്ക എന്ന് പറയുന്ന ഒരാളുടെ മൂവിയിൽ അങ്ങനെ ഒരു സീൻ വരുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ബിക്കോസ് ഹീസ് സുപ്രീംലി ടാലന്റഡ് ലൈക്ക് ദാറ്റ്. ഒരാളെ പുറത്തുനിന്ന് കാണുമ്പോൾ ഉള്ള ഒരാൾക്ക് അത് കാണും, അഭിനയമാണെന്ന് അറിയാം. ഞാൻ ബീയിങ് ഇൻ ദിസ് ഇൻഡസ്ട്രി അത് അഭിനയിക്കാന്ന് എനിക്കറിയാം, അതൊരു ആക്ഷൻ പറഞ്ഞ് ഒരാൾ ചെയ്യുന്നതെന്നറിയാം, കട്ട് പറഞ്ഞ് അത് നിർത്തുമെന്ന് എനിക്കറിയാം. ഒക്കെ പറഞ്ഞിട്ടും അത് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഡെഫിനറ്റ്ലി ബിക്കോസ് ഓഫ് ദാറ്റ് ടാലന്റ്. ശരിക്കും ഈ നമ്മളിൽ പരിമളം ചെയ്യാൻ വേണ്ടിയിട്ട് സത്യത്തിൽ സിനിമ ആഗ്രഹിച്ചിരിക്കുമ്പോഴും പരിമളം ആഗ്രഹിച്ചിരുന്നില്ല എന്ന് തോന്നുന്നു. അതിന്റെ ഓഡിഷനൊക്കെ പോയിട്ട് വെറുതെയാണ് ചെയ്തതെന്ന് തോന്നുന്നു. എന്നിട്ട് അതിനകത്തേക്ക് ഇന്നാവുകയാണ്. നോ, അതങ്ങനെയല്ല. അത് ആഗ്രഹിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഓഫ്കോഴ്സ് മൂവി എനിക്ക് എപ്പോഴും പാഷൻ തന്നെയായിരുന്നു. അച്ഛൻ മൂവിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. സോ ഡെഫിനറ്റ്ലി ഞാൻ ആ കഥകൾ കേട്ടിട്ടാണ് വളർന്നതും ഒക്കെ. പരിമളം എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ രൂപം കണ്ടപ്പോൾ ഒരു 15 വയസ്സുള്ള ഒരാൾക്ക് അങ്ങനെ ഒരു മയ്യോ ഞാൻ ഇങ്ങനെയാണോ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു അപ്രഹെൻഷൻസ് ഉണ്ടായിരുന്നു ഓഫ്കോഴ്സ്. പക്ഷെ പിന്നെ ഇപ്പോ ഇൻ ഹൈൻഡ്സൈറ്റ് ഞാൻ നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ അങ്ങനെ എനിക്കൊരു ഡെബ്യൂ ചെയ്യാൻ സാധിച്ചതിൽ. ഈ ഒഴുമുറിയും ദൈവനാമത്തിൽ പോലെയുള്ള സിനിമകൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കൊമേഴ്സ്യൽ സിനിമകളുടെ ഭാഗമാണ് എപ്പോഴും കുറെ സക്സസ് ഇങ്ങനെ തുടർച്ചയായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് ഭാവന. അപ്പൊ ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അത്തരം ഒരു ചിന്തയുണ്ടാവോ, അത് ക്യാരക്ടർ മാത്രം നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാണോ ചെയ്യണേ? ഇല്ല, ഞാൻ ഓവറോൾ സ്റ്റോറി കേട്ടിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ. ഒഴിമുറി ഇപ്പൊ പറയുമ്പോൾ അതില് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആണ് മറ്റു രണ്ടും എന്റെ ക്യാരക്ടർ വെച്ച് കമ്പയർ ചെയ്ത. പക്ഷെ എനിക്ക് ആ സ്റ്റോറി കേട്ടപ്പോൾ ഐ വോണ്ടഡ് ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ് പ്രോജക്ട്. അതാണ് ഞാൻ മധുചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത്, മധുചേട്ടാ എനിക്ക് ഇമ്പോർട്ടൻസ് കുറവാണ്, യെസ്, പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് ഈ മൂവിയുടെ ഒരു ഭാഗമാവണം എന്ന്. അങ്ങനെ ആണ് ഞാൻ കൂടുതലും സ്റ്റോറിയാണ് നോക്കാറ്. ഈ ക്രോണിക് ബാച്ചിലർ പോലെയുള്ള സിനിമകൾ ചെയ്തപ്പോഴും ഈ ചോട്ടാ മുംബൈയിൽ എത്തി നിൽക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേരിലേക്ക് അത് ആ ക്യാരക്ടർ അങ്ങ് സ്പ്രെഡായി. ഒരു പക്ഷെ റിയൽ ക്യാരക്ടറായിട്ട് തന്നെ നമുക്ക് തോന്നുന്ന ഒരു ക്യാരക്ടറാണ്.